5 വർഷത്തിന് ശേഷം 2016 കേരളം ഭരിക്കുവാനെത്തിയ ഇടതുപക്ഷ സർക്കാരിന് ഇരട്ടച്ചങ്കൻ എന്ന ഒരു ഖ്യാതിയിൽ ഒരു മുഖ്യമന്ത്രി ലഭിക്കുന്നു, പിണറായി വിജയൻ. 2021 എന്ന വർഷം എത്തുമ്പോഴേക്കും പിണറായിക്ക് ചില മങ്ങലുകൾ ഏൽക്കും. പക്ഷേ കൊറോണയും പേമാരിയും ഓഖിയുമെല്ലാം മുഖ്യനും ഇടത് സർക്കാരിനും കരുത്തു നൽകി. അവയെല്ലാം അതിജീവിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അത് വോട്ടിലും എണ്ണം വർദ്ധിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ വീടുകളിൽ ഭക്ഷ്യക്കിറ്റ് എത്തിച്ചതോടുകൂടി ഇടത് സർക്കാരിന് 2021 തുടർഭരണം ഉറപ്പുവരുത്തി. അങ്ങനെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറി. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന് വളരെ മോശമായ കാലമായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഭരണവിരുദ്ധ വികാരം കാര്യമായ രീതിയിൽ അലയടിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായി. ആക്രമണങ്ങളുണ്ടായി, കൊലപാതകങ്ങളുണ്ടായി, അഴിമതി ഉണ്ടായി. അങ്ങനെ എല്ലാ തരത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും അടക്കം ഇടതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടുമിക്ക നേതാക്കന്മാർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ഓരോ ആരോപണങ്ങളുണ്ടായി. പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ഉയർന്നു, പാർട്ടിക്കുള്ളിൽ വിള്ളലുണ്ടായി. പലരും പാർട്ടി വിട്ടുപോയി, പലരെയും പാർട്ടിയിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ ജില്ലാതലത്തിലും ഏരിയ തലത്തിലും ലോക്കൽ തലത്തിലുമെല്ലാം പാർട്ടിക്കുള്ളിലും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെയൊക്കെ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അത്രമേൽ മോശപ്പെട്ട ഒരു സാഹചര്യം. എന്നാൽ അവയെല്ലാം മറികടന്നുകൊണ്ട് മൂന്നാം തവണയും ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തിലെത്തിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം. ഒരു സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു വരുമ്പോൾ അടിമുടി മാറാൻ കഴിയുന്ന കരുത്ത് ഇടതുപക്ഷത്തിന് ഇപ്പോഴും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള പല മാറ്റങ്ങളും ഇടതുപക്ഷം കൊണ്ടുവരാൻ പോകുന്നു. മൂന്നാം പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ അരയും തലയും മുറുക്കി തയ്യാറെടുത്തു CPM. ഇത് സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശം ജില്ലാ, ഏരിയ, ലോക്കൽ നേതൃത്വങ്ങൾക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു. LDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ അവ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഭരണം നിലനിർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ നിർവഹിക്കണമെന്നുമാണ് നിർദ്ദേശമുള്ളത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ ചേരുന്ന വിവിധ തലത്തിലുള്ള കമ്മിറ്റികളിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയാകും. LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഭരണം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി പ്രത്യേക ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാനും ആലോചനയുണ്ട്. പ്രധാന പ്രതിപക്ഷമായ UDFനെ രാഷ്ട്രീയമായി കടന്നാക്രമിച്ച് പിന്നിലാക്കാനാണ് തീരുമാനം. കോൺഗ്രസിനുള്ളിലെ ഭിന്നാഭിപ്രായങ്ങളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കങ്ങളും സംസ്ഥാന തലത്തിൽ ചർച്ചയാക്കാനാണ് പാർട്ടി തീരുമാനം. പ്രതിപക്ഷത്ത് ഐക്യമില്ലെന്ന് വരുത്തി തീർത്ത് വിജയിച്ചാൽ മൂന്നാം സർക്കാർ എന്ന LDFന്റെ ലക്ഷ്യം പകുതി നിറവേറപ്പെടുമെന്നാണ് CPM വിലയിരുത്തൽ. ഇതിനു പുറമെ BJPക്കെതിരെയും കേന്ദ്ര ഏജൻസികൾക്കെതിരെയും സമരം സംഘടിപ്പിച്ച് BJP വിരുദ്ധത കൂടി ഉയർത്തിപ്പിടിക്കാനും ധാരണയായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി CPM ED ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ BJPയുമായി ചില നീക്കുപോക്കുകൾ നടത്തണമെന്ന അഭിപ്രായവും CPMനുണ്ട്. എന്നാൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിനെതിരാണ്. BJP പേടി ഉയർത്തിക്കാട്ടി താഴെത്തട്ടിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ LDFിലേക്ക് വഴിമാറ്റണമെന്ന തരത്തിലുള്ള നീക്കങ്ങളും സജീവമാണ്. നിലവിലുള്ള മുനമ്പം വിഷയമടക്കം മുൻനിർത്തി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കിയാൽ അത് തങ്ങൾക്ക് അനുകൂലമായ ഒരു അവസ്ഥയുണ്ടാക്കുമെന്ന് LDF നേതൃത്വം കരുതുന്നുണ്ട്. കോൺഗ്രസ് UDF കക്ഷികൾ വിജയിക്കാനിടയുള്ള സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള കക്ഷിക്ക് വോട്ട് ചെയ്യാമെന്ന തരത്തിലാണ് പഞ്ചായത്ത് തലത്തിൽ CPM BJP ഡീൽ ഉണ്ടാകുന്നതെന്നാണ് UDF കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ഏറെ മുഖ്യമായതിനാൽ അവിടെ കൂടുതൽ ജില്ലാ പഞ്ചായത്തുകളടക്കം കൈപ്പിടിയിലാക്കാനാണ് CPM നീക്കം. മുന്നണിക്കുള്ളിൽ ഭൂരിഭാഗം ഘടകകക്ഷികൾക്കും CPMന്റെ പല തീരുമാനങ്ങളോടും എതിർപ്പുണ്ട്. CPI, RJD കക്ഷികൾ അത് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരം എതിർപ്പുകൾ തീർക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും CPM ഒരുങ്ങുകയാണ്. അങ്ങനെയുള്ള എതിർപ്പുകൾ ചർച്ചയിലൂടെ തീരുന്നില്ലെങ്കിൽ അവ അവഗണിച്ച് മുൻപോട്ട് പോകാൻ പാർട്ടി തീരുമാനവുമുണ്ട്. എന്തായാലും അരയും തലയും മുറുക്കി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം കൈവരിച്ചുകൊണ്ട് മൂന്നാം തവണയും അധികാരത്തിലേക്ക് എത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇടതുപക്ഷം. പക്ഷേ അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ജനമാണ്. ഇതുവരെയുള്ള സർക്കാരിൻ്റെ വിലയിരുത്തൽ കാര്യമായ രീതിയിൽ ഉണ്ടാകും. പ്രതിപക്ഷ പാർട്ടിയായ UDF ഉന്നയിക്കുന്നത് പോലെ ഒരു ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചെറുത്തു നിൽക്കുവാൻ ഈ തന്ത്രങ്ങൾ കൊണ്ട് കഴിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്.